സ്വാഗതം. നിങ്ങൾക്കെല്ലാം നല്ല വിശപ്പുണ്ടല്ലേ? ടോട്ടോ, നിങ്ങൾ ടോട്ടോ ഇത്തവണ ഇതിൽ മസാല ചേർത്തിട്ടുണ്ടല്ലേ നീ? അതെ, ഇതിനല്പം എരിവുണ്ട്. എല്ലാവർക്കും നന്ദി. നമ്മൾ പ്രതീക്ഷിക്കാതെ പ്രകൃതി നമ്മളെ അതിശയിപ്പിച്ചു. അടുത്തതായി ഞങ്ങൾ ഉണ്ടാക്കിയ പഴം കൊണ്ടുള്ള ബ്രെഡാണ്. മധുരം എരിവുള്ള പഴം കൊണ്ടുണ്ടാക്കിയ ബ്രെഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിന്റെ റെസിപ്പി എനിക്ക് യാത്രയുടെ എഴുതണം. ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം. ഞാനൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഞാൻ അങ്ങനെ ഓർക്കുന്നത് പോലുമില്ല. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എല്ലാവർക്കും വലിയ ഇഷ്ടമായോ? എല്ലാവരും ഒന്നും ഇങ്ങനെ മനസ്സ് മാറ്റുന്നത്. ഞാൻ എന്തായാലും ഇതിൽ ചേരുവ മാറ്റട്ടെ, ഇല്ലെങ്കിൽ എല്ലാം പൊളിയും. എല്ലാവരും വളരെ നല്ല വിഭവങ്ങളാണ് ഉണ്ടാക്കിയത്. മിസ്റ്റർ പോസ്, നീ എന്ത് വിഭവമാണ് ഉണ്ടാക്കിയത്? ഇത് വളരെ നല്ല വിഭവം തന്നെയാണ്. പക്ഷേ ഞാനൊരു കാര്യത്തിൽ ചേർക്കാൻ വിട്ടുപോയി. ഇപ്പൊ ശരിയായി കൊണ്ടുവരാം കേട്ടോ. ഞങ്ങളൊരു പുതിയ വിഭവം ഉണ്ടാക്കി. അവർക്കത് കഴിക്കാൻ കൊടുക്കൂ. സത്യമായിട്ടും അതിലൂടെ നീ ആള് കൊള്ളാം. ഹോഹയോട് അവന്റെ സ്പൈസി ബാമ്പു കൊള്ളില്ല എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. പക്ഷെ നീ എങ്ങനെയാ അവനോട് പറഞ്ഞേ? സത്യത്തിൽ ഞാൻ അവനോട് പറഞ്ഞില്ല. നീ പറഞ്ഞില്ലേ, പിന്നെ ആരെ പറഞ്ഞേ? ശരി, ഇതിന്റെ സ്പൈസി ബാമ്പു കബാബിന് ഭയങ്കര എരിവാണ്. എല്ലാരും പറയുന്ന അവർക്ക് ഇഷ്ടമാണെന്നാണ്. നീ വിഷമിക്കാതിരിക്കാൻ അവരെങ്ങനെ പറയുന്നേ? സത്യമാണോ? ഓക്കെ, ശരിക്കും സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് അത് ഇഷ്ടമല്ല. അവരുടെ ശരിക്കുള്ള രുചി അതിന് കിട്ടാറില്ല. ലൂഡയും ഞാനും ചേർന്ന ഇത് ഉണ്ടാക്കിയത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും നല്ല വിഭവം ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു ലൂഡ. ഭക്ഷണം വളരെ സ്വാദുള്ളത് തന്നെ. അതെ, പക്ഷെ എനിക്കെപ്പോഴും പിടികിട്ടില്ല ആ രഹസ്യ സിനിമ എന്താണെന്ന്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ഇതത്ര വലിയ രഹസ്യമൊന്നുമല്ല. ഞങ്ങൾ എല്ലാവരും ഭക്ഷണത്തിനായി ഒത്തുകൂടുമ്പോഴൊക്കെ നിന്റെ അപ്പൂപ്പൻ വളരെ ഉറക്കെ പറയുമായിരുന്നു. അത് എന്താണെന്നോ? ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കൂട്ടുകാരാണെന്നാണ്. അതെ, കൂട്ടുകാരോടൊപ്പം ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഇത്തവണ ആരാ വിജയിച്ചത്?